السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وآل كل والصحابة أجمعين أما بعد. اللهم صل على سيدنا محمد وبارك وسلم عليه. അള്ളാഹു ജല്ല സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു ലക്ഷത്തിൽ ചില്വാനം പ്രവാചകന്മാരെ ലോകത്തേക്ക് അയച്ചു. അവസാന കണ്ണിയായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തേക്ക് അയച്ചു. തങ്ങൾ ഈ ലോകത്ത് വന്ന് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പഠിപ്പിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും സ്വന്തം ജീവിതത്തിൽ അത് പകർത്തുകയും പ്രാവർത്തികമാക്കുകയും ചെയ്ത് ജനങ്ങളെ ദീനിൻ്റെ വഴിയിലേക്ക് ഉദ്ധരിച്ചു. ആ മാർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് വളരെയധികം ദീനിൻ്റെ ശാഅത്തിന് വളരെയധികം ത്യാഗങ്ങളും പരിശ്രമങ്ങളും നടത്തിയ മഹാന്മാരായ മഹത്തുക്കളാണ് സഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹു. അവർ ഈ ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടി അവരുടെ ജീവിതം മാറ്റിവെച്ചു. അവർ വിവിധങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങൾ തലമുറയിലേക്ക് എത്തിക്കാൻ വല്ലാത്ത പരിശ്രമവും ത്യാഗവും ചെയ്ത് ഈ ചരിത്രം ഇതിൻ്റെ സാക്ഷിയാണ്. അവരിലൂടെയാണ് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഭാവനം ചെയ്ത ശരീഅത്തും പരിശുദ്ധ ഖുർആനും വഹിയും എല്ലാം പിൻഗാമികളായ നമ്മളിലേക്ക് എത്തിച്ചേർന്നു. അവർ ചെയ്ത ത്യാഗങ്ങൾ വളരെ വളരെ വലുതാണ്. അവരെ സംബന്ധിച്ച് അള്ളാഹു ജല്ല ജലാലുഹു പരിശുദ്ധമായ ഖുർആൻ തന്നെ അവർക്ക് പാപമോചനം, ഉയർന്ന ദറജ, അള്ളാഹുവിൻ്റെ തൃപ്തി ഇതെല്ലാം അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യവും പരിശുദ്ധ ഖുർആനിൽ നിന്ന് വ്യക്തമാകുന്നതാണ്. അങ്ങനെയുള്ളതായ മഹാന്മാരായ മഹത്തുക്കളായ സഹാബാക്കളെ തരം താഴ്ത്തി കാണിക്കുകയും അവരുടെ ഉന്നതമായ സ്ഥാനത്തിന് ഭംഗം വരുന്ന രൂപത്തിലുള്ള ചില ചർച്ചകളും ചില അപവാദങ്ങളും ചില വിമർശനങ്ങളും ഒക്കെ സമൂഹത്തിൽ നിന്ന് കടന്നുകൂടിയിട്ടുണ്ട്. അത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ചില അംഗങ്ങളിൽ നിന്നും അങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഖേദകരമായ ഒരവസ്ഥയാണ്. എന്നാൽ ഇത് സഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹുവിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്തതും അവർ ചെയ്ത പരിശുദ്ധമായ ദീനിനു വേണ്ടിയുള്ള അവരുടെ ത്യാഗവും അവരുടെ പരിശ്രമവും അവരുടെ ഇൽമും വിജ്ഞാനവും അതൊന്നും വേണ്ട വിധത്തിൽ മനസ്സിലാക്കാത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെയുള്ള വിമർശനങ്ങൾ. ഒരിക്കലും അത് ശരിയല്ല, ന്യായമല്ല. സഹാബാക്കളോട് നമുക്ക് വലിയ കടപ്പാട്, പരിശുദ്ധമായ ദീനും ഇൽമും നമ്മളിലേക്ക് എത്തിച്ചേരാൻ അവരോട് നമുക്ക് വല്ലാത്ത കടപ്പാടുണ്ട്. സഹാബി കന്നുജൂബ് അയ്യിഹും ഇഖ്തദൈത്തും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ സഹാബാക്കളെക്കുറിച്ച് നൽകിയ സർട്ടിഫിക്കറ്റാണ്. പിന്നെ സഹാബാക്കളുടെ ചില്ലറ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ വിഷയങ്ങൾ നമ്മൾ മാനുഷികം അവർ മഹസൂമല്ല, പാപങ്ങൾ വന്നു. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്ത് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ അപ്പോൾ അവരിൽ നിന്ന് വന്ന ഇജ്തിഹാദിൽ വന്ന ചില വിശദാംശത്തിൻ്റെ പേരിൽ വന്നിട്ടുള്ള വിഷയങ്ങളെ വലുതാക്കി എടുക്കാനും ചർച്ച ചെയ്യാനും വിശകലനം ചെയ്യാനും അവയെ വിമർശിക്കാനും ഒരിക്കലും നമുക്ക് പറ്റിയതല്ല എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മുൻഗാമികളായ നമ്മുടെ പണ്ഡിതന്മാരും നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രഖ്യാപിത ഗ്രന്ഥമായ സറൽ അക്കായിദ് തുടങ്ങിയുള്ള കിതാബുകളിലും മഹാന്മാർ നമുക്ക് പറഞ്ഞു തരുന്നതും സഹാബാക്കൾ അവരുടെ ഇടയിൽ ഉണ്ടായ വിഷയങ്ങളെ ചർച്ചയ്ക്ക് വിധേയമാക്കുകയോ വിമർശിക്കുകയോ ചെയ്യരുത്. അതിനെക്കുറിച്ച് നാം മൗനം ദീക്ഷിക്കുകയാണ് വേണ്ടത്. ഒരിക്കലും അതൊരു പ്രശ്നമാക്കി ചൂണ്ടിക്കാണിച്ച് വിമർശിക്കുന്നത് നമ്മുടെ ഈമാനിനും നമ്മുടെ അക്കീദയ്ക്കും നിരക്കുന്നതല്ല എന്ന് മഹാന്മാരായ ആളുകൾ, മുൻഗാമികളായ ആളുകൾ നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ സഹാബാക്കൾ ആരാണ്, അവരുടെ മഹത്വം എന്താണ്, അവർ ചെയ്ത ത്യാഗം എന്താണ്, അവരുള്ള നമ്മുടെ കടമ എന്താണ്, ഇവ കാര്യങ്ങളെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ചും വിശ്വാസികളായ സഹോദരങ്ങൾക്ക് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും ഉൾക്കൊള്ളാനും വേണ്ടിയിട്ടുള്ള ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജമിഅത്തുൽ ഉലമാഇ ഹിന്ദും ദാറുൽ ഉലൂം അറബിക് കോളേജും സംയുക്തമായി ഇങ്ങനെയുള്ള ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ സംരംഭത്തിന് നിങ്ങൾ എല്ലാവരും എല്ലാവിധമായ പിന്തുണയും നൽകുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ഇത് ഗ്രഹിക്കുകയും അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി നമ്മളുടെ ഈമാൻ ഉറപ്പിക്കുകയും ആ സഹാബാക്കളുള്ള നമ്മുടെ കടപ്പാട് നാം സ്ഥാപിക്കുകയും ചെയ്യുന്ന ഈ മഹൽ സംരംഭത്തിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാവണം, സഹായിക്കണം, സഹകരിക്കണമെന്ന് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ നിങ്ങളോട്, സമൂഹത്തിനോട്, പ്രത്യേകിച്ചും വിശ്വാസി സമൂഹത്തോട്
അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹൽ സംരംഭത്തിന് ഇത് സമുദായത്തിനും സമൂഹത്തിനും പ്രയോജനപ്രദമായ ഈ സംരംഭത്തിന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തുടക്കം കുറിച്ചതായി അറിയിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ ലോകത്ത് നിലനിൽക്കാൻ, മുസ്ലിമീങ്ങൾ ലോകത്ത് നിലനിൽക്കാൻ ഉള്ള ഇതുപോലുള്ളതായ സംരംഭങ്ങൾക്ക് അള്ളാഹു ജല്ല ജലാലുഹു സഹായിക്കട്ടെ, തൗഫീഖ് നൽകട്ടെ, നിലനിർത്തി തരട്ടെ എന്നുള്ള ദുആയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.